ഈ കയറ്റുമതി ചെയ്യുന്നതും അതല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ കിട്ടൂല എന്ന് പറയുന്നതും ഒക്കെ ഏതാണ് ഈ ഇറച്ചി? ഇത് നമ്മളറിയണം. ഞാനും നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട്. പല ആളുകൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ബീഫ് ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് പോത്തിറച്ചി, എരുമ ഇറച്ചി എന്നൊക്കെ പറയുന്ന സാധനം അവിടെയും കിട്ടും. അതിനല്ല വിലക്കുള്ളത്. അതിനെ കാരാ ബീഫ് എന്നാണ് പറയാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സാധനം കൂടുതൽ ഇപ്പോൾ പെരുന്നാളിന് ഇറക്കുന്നത് ഏതാ? പശുവിനെയാണോ നമ്മൾ ഇറക്കുന്നത്? അല്ല, നമ്മളിവിടെ ഇറക്കുന്നത് എരുമേനെയാണ്. എരുമ പോത്തിനെയും നമ്മൾ തിന്നുന്നു. പിന്നെ ഈ കുട്ടൻ എന്ന് പറയുന്ന സാധനം, അതിനെ നമ്മൾ കഴിക്കുന്നു. ഇതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നു. പക്ഷേ നോർത്തിലേക്ക് പോയി കഴിയുമ്പോൾ അവരുടെ ഒരു വളർത്തു മൃഗം എന്നുള്ളൊരു കോൺസെപ്റ്റും പിന്നെ കുറച്ച് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് അപ്പോൾ ഷിയാസിനെ പോലുള്ള ഒരു മദ്രസ പൊട്ടന് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഈ പന്നിയിറച്ചി കഴിക്കാതിരിക്കാം എന്നുണ്ടെങ്കിൽ അതിന് എന്ത് കാരണം നിങ്ങൾ പറഞ്ഞോ? അതേപോലെ എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും ഒരു ഹിന്ദു മതവിശ്വാസിക്ക് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പശുവിനെ കഴിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞത്. അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രം വിശ്വാസവും അത് മാത്രം സംരക്ഷിക്കപ്പെടണമെന്നും ഹിന്ദുക്കളുടെ വിശ്വാസം അതൊന്നും വിശ്വാസമില്ല, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്നും പറയുന്ന വാദത്തോട് നമുക്ക് യോജിപ്പില്ല. വിശ്വാസങ്ങളെ മാനിക്കണം എന്നത് നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ആർക്കും അത് ബാധകമാക്കണം. ഇതാണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് നിങ്ങൾക്കത് പറ്റാത്തത്. അവിടെ കിതാബിൽ എഴുതി വെച്ചതുകൊണ്ട് ഞാൻ കഴിക്കില്ല, അത് ഓക്കെ. കിതാബിൽ എഴുതി വെച്ചതുകൊണ്ട് പേഴ്സണൽ ചോയ്സിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ബീഫ് കഴിക്കില്ല എന്ന് അനുമോള് പറയുമ്പോൾ അത് BJP ആയതുകൊണ്ടെന്ന് പറയുമ്പോൾ പന്നി കഴിക്കാത്തത് ഇവിടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഷിയാസ് ഒരു ജിഹാദി ആയതുകൊണ്ടാണ് ഈ പന്നി കഴിക്കാത്തത് എന്ന് പറഞ്ഞാൽ അത് ഷിയാസിനെ എങ്ങനെ നിഷേധിക്കാൻ പറ്റും?